3 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ തിരക്കഥയെ 3 മാസം കൊണ്ട്, അതായത് 100 ദിവസം കൊണ്ട് ഞാനൊരു നോവലാക്കി മാറ്റിയാണ്. ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ 15ാമത്തെ ദിവസം, ഡേ 15. ഈ 100 ദിവസത്തെ 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് എഴുതാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 40 ദിവസം എൻ്റെ തിരക്കഥയിൽ നിന്ന് നോവലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് മാത്രം എഴുതിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ 40 ദിവസം തീർത്തും നോവൽ കേന്ദ്രീകൃതമായിട്ടുള്ള എഴുത്തായിരിക്കും. പൂർണ്ണമായും എൻ്റെ തിരക്കഥയെ മാറ്റിവെച്ച് പുതിയ ആശയങ്ങളും പുതിയ ആഖ്യാനങ്ങളും പരീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ നോവൽ എഴുതുന്നത് പോലെയായിരിക്കും ആ ദിവസങ്ങളിലെ എഴുത്ത്. ആ ദിവസങ്ങളിൽ ഞാൻ എഴുതിയതിൽ നിന്ന് ചിലതൊക്കെ ഒഴിവാക്കിയും ചിലതൊക്കെ ഉൾപ്പെടുത്തിയും ഒരു പുതിയ ചിന്തയിലൂടെ ഒരു പുതിയ നോവലിന് രൂപകൽപ്പന ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അവസാനത്തെ 20 ദിവസം റീറൈറ്റിങ്ങിന് വേണ്ടിയായിരിക്കും. അതായത് ആദ്യത്തെ 80 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ നോവലിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എഴുതി പൂർത്തിയാക്കിയ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവസാന 20 ദിവസം കൊണ്ട് വായിച്ചും തിരുത്തി എഴുതിയും ഫൈനൽ ഡ്രാഫ്റ്റാക്കി മാറ്റാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 40 ദിവസം എൻ്റെ തിരക്കഥയിൽ നിന്ന് നോവലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് മാത്രം എഴുതിയെടുക്കുന്നു. രണ്ടാമത്തെ 40 ദിവസം തീർത്തും നോവൽ കേന്ദ്രീകൃതമായിട്ട് പുതിയ ആശയങ്ങളും പുതിയ ആഖ്യാനങ്ങളും പരീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ നോവൽ രൂപീകരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അവസാനത്തെ 20 ദിവസം റീറൈറ്റിങ്ങിന് വേണ്ടിയായിരിക്കും ഞാൻ ചെലവഴിക്കുന്നത്. ഈ കഴിഞ്ഞ 15 ദിവസത്തെ എൻ്റെ റൈറ്റിംഗ് ജേണിയിൽ നിന്ന് ഞാൻ പഠിച്ച മോസ്റ്റ് വാല്യുബിൾ ലെസൺ എന്ന് പറയുന്നത്, റൈറ്റിംഗ് ഈസ് നോട്ട് എ പെർഫോമൻസ്, ഇറ്റ്സ് എ പ്രാക്ടീസ്. The more I write, the more articulate I become. Day by day, I'm strengthening a habit. I'm learning patience and discipline. വരുന്ന ദിവസങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. Until next time, it's Shan Pen. Love.